എല്ലാവർക്കും വിനീത നമസ്കാരം. ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധം അധ്യായം 16 ശ്ലോകം 45, 46, 47 3 ശ്ലോകങ്ങൾ ഇന്ന് നമുക്ക് നോക്കാം. ഓം നമോ ഭഗവതേ വാസുദേവായ. ആ നാഗപത്നിമാരുടെ ഗംഭീരമായിട്ടുള്ള സ്തുതി തുടരുന്നു. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 45. നമഃ കൃഷ്ണായ രാമായ വസുദേവസുതായ ച പ്രദ്യുമ്നായ അനിരുദ്ധായ സാത്വതാം പതയേ നമഃ. ഐശ്വര്യത്തിന് യാതൊരു വിധ കുറവില്ലാത്തത് കൊണ്ട് എല്ലാവരാലും സേവിക്കപ്പെടാൻ യോഗ്യമായ ആ ചതുർവ്യൂഹം നിന്തിരുവടിയാകുന്നു എന്ന് സ്തുതിച്ച് നമസ്കരിക്കുകയാണ് നാഗപത്നിമാര്. അഹങ്കാര തത്വത്തിൽ ഉപാസിക്കപ്പെടാൻ യോഗ്യനായ സംഘർഷണ സ്വരൂപനും ശുദ്ധ സത്വസ്വരൂപമായ ചിത്തത്തിൽ ഉപാസ്യനായ വാസുദേവനും ബുദ്ധിയിൽ ഉപാസ്യനായ പ്രദ്യുമ്നനും മനസ്സിൽ ഉപാസ്യനായ അനിരുദ്ധനുമായിരിക്കുന്നത് നിരതിശയ പ്രേമസ്വരൂപനും ഭക്തന്മാരെ അനുഗ്രഹിക്കുന്നവനുമായ ശ്രീകൃഷ്ണമൂർത്തിയായ ഭഗവാനെ അവിടുന്ന് തന്നെയാണല്ലോ. ഇങ്ങനെ ചതുർവ്യൂഹ സ്വരൂപനായ, ഇങ്ങനെ 4 പേരായിട്ടും വർത്തിക്കുന്ന എന്നർത്ഥം. ആ ചതുർവ്യൂഹ സ്വരൂപനായ നിന്തിരുവടിക്ക് നമസ്കാരം. ഗുണങ്ങള് 3 അന്യോന്യം കലർന്നിരിക്കും. അപ്പൊ അതൊക്കെ അശുദ്ധങ്ങളായിട്ട് മാറും. ഈ സ്വഭാവത്തെ ഉപേക്ഷിച്ച് രജസ്തമസുകളുടെ ചേർച്ചയില്ലാതെ വിശുദ്ധമായിരിക്കുന്ന സത്വഗുണത്തെ വസുദേവൻ എന്ന് പറയുന്നു. ഈ സത്വഗുണത്തെ തന്നെയാണ് ശുദ്ധചിത്തം എന്നും പറയുന്നത്. ഇങ്ങനെ വിശുദ്ധമായ ചിത്തത്തിൽ ഭഗവാന്റെ സ്വരൂപം പ്രകാശിക്കും. അപ്പോ വിശുദ്ധ സത്വസ്വരൂപമായ ചിത്തത്തിൽ ഭഗവാൻ ജനിക്കുന്നു എന്ന് പറയപ്പെടുന്നു. അതുകൊണ്ടാണ് ഭഗവാനെ വസുദേവപുത്രൻ എന്ന് പറയുന്നത്. അഹങ്കാരം, ചിത്തം, ബുദ്ധി, മനസ്സ് ഇവയെ സംബന്ധിച്ചിരിക്കുന്നു എങ്കിലും അവയുടെ മാലിന്യാദി ബാധയൊന്നും ഭഗവാനെ ബാധിക്കണില്ല. എപ്പോഴും പ്രകാശിച്ചു കൊണ്ടിരിക്കണം. അങ്ങനെ എപ്പോഴും പ്രകാശിച്ചു കൊണ്ടിരിക്കുന്ന സർവോപാസ്യനെ സംഘർഷണൻ, വാസുദേവൻ, പ്രദ്യുമ്നൻ, അനിരുദ്ധൻ എന്ന പേരുകൾ കൊണ്ട് യോഗീശ്വരന്മാർ ഉപാസിക്കുന്നു. അതാണ് അതിന്റെ സാരം. ഈ നാമങ്ങളുടെ അന്വർത്ഥങ്ങളും ഉപാസനാക്രമങ്ങളും ഗുരുമുഖത്തിൽ നിന്ന് അറിയേണ്ടതാണ്. അത്രയും പ്രാധാന്യമുണ്ട് ഈ 4 നാമങ്ങൾക്ക്. ഭഗവാനെ അങ്ങനെയാണ് സ്തുതിക്കേണ്ടതെന്ന് പറയുന്നു. അനേകം അർത്ഥങ്ങൾ പണ്ഡിതന്മാര് അതിനെപ്പറ്റി വിസ്തരിച്ച് പറയുന്നുണ്ട്. നമുക്ക് ഇത്രയും മനസ്സിലാക്കാം. അതെ. നമോ ഗുണപ്രദീപായ ഗുണാത്മച്ഛാദനായ ച ഗുണവൃത്യുപലക്ഷ്യായ ഗുണദ്രഷ്ടേ സ്വസംവിദേ. ഭഗവാനെ ഈ ചതുർമൂർത്തിത്വം എങ്ങനെയാണ് സിദ്ധമായത് എന്ന് വിസ്തരിച്ചു പറയുന്നു ഈ ശ്ലോകത്തില്. ഗുണകാര്യങ്ങളായ മനസ്സ്, ബുദ്ധി, ചിത്തം, അഹങ്കാരം ഇവയെ പ്രകാശിപ്പിക്കാൻ വേണ്ടി ചിത്താദികളിൽ ഏകനായ നിന്തിരുവടിയെ അധിവസിക്കുന്നത് കൊണ്ട് 4 മൂർത്തികൾ ഉള്ളവൻ എന്ന അവസ്ഥ നിന്തിരുവടിയില് ഉപാസകന്മാര് കൽപ്പിച്ചിരിക്കുന്നു. എങ്കിലും ഒന്നിനെ 4ആയിട്ട് കൽപ്പിക്കുന്നത് യുക്തമാണോ എന്ന് ആരെങ്കിലും ചോദിച്ചാൽ അതിനുള്ള പരിഹാരം പറയാണ്. ഗുണകാര്യങ്ങളായ അഹങ്കാരാദികളെ കൊണ്ട് നിന്തിരുവടിയുടെ സ്വരൂപത്തെ നിന്തിരുവടി തന്നെ മറച്ചിരിക്കുകയാണ്. എന്തുകൊണ്ടെന്നാൽ ഉപാസകന്മാർ ഓരോരുത്തരും ഓരോരോ ഫലങ്ങൾ കാക്ഷിക്കും. അവർക്ക് അതത് വിചിത്ര ഫലങ്ങൾ നൽകാൻ വേണ്ടി ഏകനായ നിന്തിരുവടിയുടെ സ്വരൂപത്തെ അഹങ്കാരാദികൾ കൊണ്ട് ഭഗവാൻ തന്നെ അങ്ങനെ മറച്ചു വെച്ചിരിക്കുക. അങ്ങനെ മറച്ചിട്ട് നാനാവിധമായിട്ട് പ്രകാശിപ്പിക്കുന്നു. അപ്പൊ പിന്നെ അഹങ്കാരാദികളിൽ നിന്ന് ഭിന്നനായിട്ട് തോന്നില്ലല്ലോ. അപ്പൊ ഭേദപ്രീതിക്ക് എന്താ കാരണം എന്ന് വെച്ചാൽ അഹങ്കാരാദികള് സ്വതേ ജഡവസ്തുക്കളാണ്. അപ്പൊ അതുകൊണ്ട് അവയിൽ നിന്തിരുവടിയെ എങ്ങനെയാണ് ഭഗവാനായാൽ പ്രകാശിക്കണമെന്ന് ഊഹിക്കാൻ മാത്രമേ പറ്റുള്ളൂ. ഗുണവൃത്തികളുടെ സാക്ഷിയും നിന്തിരുവടി തന്നെ. അങ്ങനെ വൃത്തികളെ പ്രകാശിപ്പിക്കുന്ന അങ്ങയെ പ്രകാശിപ്പിക്കുന്നത് ആര് എന്നുള്ള ആർക്കും സംശയിക്കേണ്ട അവകാശമില്ല. ഭഗവാനെ അവിടുന്ന് സ്വയം പ്രകാശ സ്വരൂപനാകുന്നു. ഇങ്ങനെ ഇരിക്കുന്ന അങ്ങയ്ക്ക് നമസ്കാരം. സ്വസംവിദേ എന്നാണ്. സ്വയമേക പ്രകാശിക്കുന്നവനായ നിന്തിരുവടിക്ക് നമസ്കാരം. അവ്യാകൃത വിഹാരായ സർവവ്യാകൃത സിദ്ധയേ ഹൃഷീകേശ നമസ്തേസ്തു മുനയേ മൗനശീലിനേ.
അന്തര്യാമിയായിരുന്ന് സർവേന്ദ്രിയങ്ങളെയും സ്വവ്യാപാരങ്ങളിൽ പ്രവർത്തിപ്പിക്കുന്ന ഹേ ഹൃഷികേശ, അങ്ങയുടെ മഹിമ ഇന്ന വിധമാണെന്ന് ആർക്കും ഊഹിക്കാൻ കൂടി സാധിക്കുന്നതല്ല. ആരാലും കാണപ്പെടാതെ, ആരും അറിയാതെ സ്വശക്തിയെ ആശ്രയിച്ച് ബഹുവിധ ലീലകൾ കാട്ടിക്കൊണ്ട് തന്നെ ഇരിക്കുന്നു ഭഗവാനെ അവിടുന്ന്. ഈ കാണപ്പെടുന്ന സർവവും നിന്തിരുവടിയിൽ നിന്നുണ്ടായിരിക്കുന്നതാണ്. എല്ലാം ഭഗവാനിൽ നിന്ന് തന്നെ ഉണ്ടായതാണ്. ഇന്ദ്രിയങ്ങളെ പ്രവർത്തിപ്പിക്കുന്നത് എല്ലാം അവിടുന്നാണ്. എന്നാലോ ഇന്ദ്രിയ പ്രവർത്തകനായ ആ നിന്തിരുവടി ഇന്ദ്രിയങ്ങൾക്ക് വിഷയമല്ലാതെ ഇരിക്കുന്നു, ഊഹ്യനായിട്ട് തന്നെ മാത്രം ഇരിക്കുന്നു. ഇങ്ങനെ ഇന്ദ്രിയങ്ങളെ വ്യാപരിപ്പിക്കുന്നത് അവിടത്തേക്ക് വിഷയാശ ഉള്ളത് കൊണ്ടാണോ? അല്ല, അങ്ങ് മുനിയാകുന്നു, ആത്മാവിൽ തന്നെ രമിക്കുന്നവനാകുന്നു. എന്നാൽ സാധനങ്ങളായ ഇന്ദ്രിയങ്ങളുടെ അധീനത്തിൽ അകപ്പെട്ടത് കൊണ്ടാണോ പ്രവർത്തകനായിരിക്കുന്നത്? അല്ല, അങ്ങ് മൗനശീലനാകുന്നു, ഒന്നും ചെയ്യാതിരിക്കുന്നവനാകുന്നു. കാന്തത്തിന്റെ മുമ്പിലിരിക്കുന്ന ഇരുമ്പ് ചലിക്കുന്നത് പോലെ നിന്തിരുവടിയുടെ സന്നിധാന വിശേഷ നിമിത്തം ഇന്ദ്രിയങ്ങൾ സ്വവ്യാപാരങ്ങളിൽ പ്രവർത്തിക്കുന്നത്, അവയുടെയും ഒന്നും വ്യാപരിക്കാതെ മൗനമായിരിക്കുന്നത് നിന്തിരുവടിയുടെയും സ്വഭാവമാകുന്നു. അതാണ് അതിന്റെ സാരം. ഇങ്ങനെ അഗോചരനും ഉപലക്ഷ്യനും മുനിയും മൗനശീലനുമായ നിന്തിരുവടിക്ക് നമസ്കാരം. ഇങ്ങനെ അഗോചരനും ഉപലക്ഷ്യനും മുനിയും മൗനശീലനുമായിരിക്കുന്ന നിന്തിരുവടിക്ക് നമസ്കാരം. ബാക്കിയുള്ള ശ്ലോകങ്ങള് നാളെ നോക്കാം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.